ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നലെ പറഞ്ഞ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ജോലി കിട്ടാണ്ടിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇപ്പോൾ വരും ജോലിയും കൊണ്ട് തന്നെ വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ശ്രുതി വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ ചെന്ന് ശ്രുതിയോട് പറഞ്ഞുകൊണ്ട്, ശ്രുതി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുമല്ലോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങിയാൽ അത് ശ്രുതിയെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, അത് നല്ലൊരു ഐഡിയ അല്ലേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതുമാത്രമല്ല, അപ്പോൾ ശ്രുതി പറയാം, നിനക്ക് പൈസ വേണ്ടേ, പൈസയ്ക്ക് എന്താ ബുദ്ധിമുട്ട്, അച്ഛൻ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞു, അവിടെ ഏതോ വലിയ ഫൈനാൻസും ബിസിനസ് മാനും ഒക്കെ ആണെന്നാണല്ലോ ആൻറ്റി പറഞ്ഞത്, പിന്നെ എന്താ പൈസയ്ക്ക് ബുദ്ധിമുട്ട് എന്നിങ്ങനെ വർഷ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടും കൊണ്ട് ചന്ദ്ര പുറമേ നിൽക്കുക കേട്ടോ. ആദ്യം ഇവർ തമ്മിലുള്ള വർത്തമാനം ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം തന്ത്രയുടെ കുറ്റങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോയെന്നാണ്. അപ്പോഴാണ് മലേഷ്യയിലെ പൈസ വരവിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ഇത് കേട്ട് അവിടെ നിൽക്കാൻ വയ്യാതെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. നല്ല ഐഡിയ ആണല്ലോ വർഷ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊരു ചിന്തയും കൂടെ നമ്മളെ ചന്ദ്രയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതിയാണെങ്കിൽ ആകെ പെട്ടുപോയില്ലേ. വീണ്ടും വർഷം ഇത് തന്നെയാണ് പറയുന്നത്, അങ്ങനെ 1-2 ബ്രാഞ്ചസൊക്കെ നിങ്ങൾക്ക് തുടങ്ങാമല്ലോ, പിന്നെ ടെൻഷൻ അടിക്കണ്ട, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ കാശൊക്കെ കയ്യിലിരിക്കുകയും ചെയ്യും, അതല്ലേ നല്ലത് ശ്രുതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര ഓടിക്കയറി വന്നിട്ട് പറയാം, അതെ ഞാൻ ഇതുവഴി പോയപ്പോൾ നിങ്ങളെ സംസാരം യാദൃശ്ചികമായി കേട്ടതാ കേട്ടോ, അത് വർഷ പറഞ്ഞത് വളരെ ശരിയാ ശ്രുതി, എന്തിനാണ് നമുക്ക് ശ്രുതിനെ ഇങ്ങനെ വല്ലവരുടെയും ഇതിൽ ജോലിക്ക് വിടുന്നത്, അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത് നല്ലതല്ലേ, മലേഷ്യയിൽ അച്ഛനോടൊന്ന് വിളിച്ച് പറഞ്ഞ് കുറച്ച് കാശ് അയച്ച് അവനൊരു ജോലി സെറ്റാക്കി കൊടുക്ക് ശ്രുതി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി പറയണം, ആൻറ്റി അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ അച്ഛനോടൊന്നും ചോദിക്കാൻ പറ്റില്ല, അന്ന് 10 ലക്ഷം രൂപ ചോദിച്ചത് ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി അത് തന്നെ ഇപ്പോൾ വാങ്ങിച്ചു, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഞാൻ എങ്ങനെയാണ് അച്ഛനോട് ചോദിക്കുക, അതൊന്നും കുഴപ്പമില്ല മോളെ, അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പിണങ്ങിയിരിക്കും, പ്രശ്നങ്ങളാവും ഒക്കെ ആയിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ ശരിയാവും, നീ ധൈര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ ഉടനെ വിടുന്നില്ല കേട്ടോ വർഷ വീണ്ടും പറയാം, അച്ഛന് സമ്മതം അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കാൻ വയ്യെങ്കിലേ ഒരു മാമനുണ്ടല്ലോ, മലേഷ്യ മാമ, അങ്ങനെയാണല്ലോ ശ്രുതി അന്ന് പറഞ്ഞത്, ആ മാമനോട് വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഈശ്വര ഇവളെന്നെ വെറുതെ വിടാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഇവളെന്നെ കുഴപ്പത്തിലാക്കുമല്ലോ എന്ന്. അപ്പോൾ പെണ്ണെ വർഷയെടുത്ത് നമ്മുടെ വർഷയുടെ ആൻറ്റി ചന്ദ്ര പറയാനുണ്ട്, അത് ശരിയാ, വർഷ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും. എന്നിട്ട് വർഷ പറയാണ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ഞങ്ങളും ഇനിയിപ്പോൾ ഉടനെ സ്വന്തമായിട്ട് ഒരു ഹോട്ടലൊക്കെ തുടങ്ങും എന്നൊക്കെ പറയട്ടോ. ആണോ, നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കട്ടോ. അപ്പോൾ ഉടനെ നമ്മുടെ വർഷ പറയണം, അതെ ആൻറ്റി, എന്തായാലും ഇപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പോകുന്നത് പോലെ ഒരു കഫേ നമുക്കും തുടങ്ങണം, 1-2 ബ്രാഞ്ചസൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് തന്നെ ധാരാളമില്ലേ, നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ പോയി അടിച്ച് പൊളിച്ച് ജീവിക്കാമല്ലോ. ഓ അത് തന്നെ ഇഷ്ടം പോലെ പൈസ വരും, ചന്ദ്രയ്ക്ക് പൈസ എന്നുള്ള വെപ്രാളമുണ്ടല്ലോ, അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് പറയണം, ആൻറ്റി ഇപ്പം എന്തായാലും എനിക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല, ആദ്യം വേറെ ഏതെങ്കിലും ജോലി സെറ്റായിട്ട് അവിടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരട്ടെ ശ്രുതിക്ക്, അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ബന്ധുക്കളോടൊക്കെ പറയാൻ പറ്റുമോ, അവർക്കൊരു വിശ്വാസം വേണ്ടിയ ശ്രുതിയുടെ അടുത്ത്, ആദ്യം തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക കേട്ടോ. എന്നിട്ട് അപ്പുറത്ത് പോയി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ഉടനെ ശ്രുതിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ജോലി എന്തായെന്ന്. ഒന്നും സെറ്റായിട്ടില്ല ശ്രുതി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ നീ നേരത്തെ വർക്ക് ചെയ്തിരുന്ന, അവിടെ നീ ഒന്നുകൂടെ പോയിരുന്നോ, അവിടെയും ഞാൻ പോയി, അവരൊരുപാട് എന്നെ ആക്ഷേപിച്ചാൽ വിട്ടത്, സാരമില്ല വിഷമിക്കണ്ട, എന്തായാലും നീ ജോലിയുമായിട്ട് തന്നെ വരണം എന്നിങ്ങനെ പറയാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് കാത്ത് നിൽക്കുക, ഓരോരുത്തരും വരണം. വൈകിട്ട് പൂക്കടയെല്ലാം അടച്ചിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറി വരിക കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതി പൂവെല്ലാം കൊണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ട് പിറകെ ജോലിയും കഴിഞ്ഞ് വർഷയും ശ്രീകാന്തും വരികയാണ്. വർഷയും ശ്രീകാന്തും വരുമ്പോൾ ഓടി ചെന്ന് നോക്കുക കേട്ടോ ശ്രുതി, ഇനി ശ്രുതിയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ വർഷ ചോദിക്കണേ, എന്തു പറ്റി, അല്ല ശ്രുതി ജോലി കിട്ടിയോന്ന് അറിയാമല്ല, ശ്രുതിയെ കാത്ത് നിന്നായിരുന്നു, അതിന് ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താ, അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇൻ്റർവ്യൂവിന് പോയ ഉടനെ എങ്ങനെ ജോലി കിട്ടുക, ഉടനെ തന്നെ ജോലി കിട്ടത്തില്ല എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് വഴക്ക് പറയുന്നുണ്ട്, എന്താ വർഷ ഇങ്ങനെയാണോ പറയണ്ടേ, കുറച്ച് ഒരു എൻകറേജ് കൊടുക്കുകയല്ലേ വേണ്ടത്, ഞാനത് വേറൊന്നുമല്ല പറഞ്ഞേ, ഇത്രയും ദിവസം അയാൾ ജോലി ഇല്ലാണ്ട് നടന്നു, അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ജോലി കിട്ടാനാ, പിന്നെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അവരവരെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയില്ലേ കിട്ടണം. അപ്പോൾ ശ്രുതി പറയാം, മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി നോക്കി നിന്നിട്ട് കാര്യമില്ല, പിന്നെ കിട്ടുന്ന ജോലി എങ്ങനെയെങ്കിലും ചെയ്യുക, ഇവിടുത്തെ ഈ വീട്ടിൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ ഇപ്പം എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം പോയിട്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണല്ലോ. ആ സമയത്താണ്
ഉടനെ വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രുതി അതൊന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട. ഇവിടെ സച്ചി അയാൾ പറയണ കേട്ടിട്ട് ഒരു കാര്യമില്ല. അയാൾ പറഞ്ഞേം കേട്ട് തുള്ളാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ലെങ്കിലും പഠിപ്പും വിവരമില്ലാത്ത അവനെ എന്തറിയാം എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ രേവതിയുടെ ദേഷ്യം അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വരുക കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞത്? പഠിപ്പും വിവരമില്ലെന്നോ? പഠിപ്പില്ലെങ്കിലും വിവരമില്ലെങ്കിലും അയാൾ കഷ്ടപ്പെട്ട് തന്നെയാണ് കാശുണ്ടാക്കണമെന്ന് വീട്ടിൽ ചിലവ് നടത്തുന്നത്, മനസ്സിലായോ? പിന്നെ അപ്പോഴാണ് ചന്ദ്ര ഓടിക്കൊണ്ട് വന്നിട്ട് പറയും, എടി നിർത്ത്, നിൻ്റെ സൗണ്ട് അങ്ങ് കേൾക്കാമല്ലോ, കുറച്ച് അഹങ്കാരം നിനക്ക് കൂടുതലാണ്, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഉടനെ രേവതി പറയാം, എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ ഞാൻ അടങ്ങിയിരിക്കുന്ന ആരും വിചാരിക്കണ്ട, അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണ് ഇവിടെ കൊണ്ടു തരുന്നത്, അല്ലാണ്ട് ആരെയും പറ്റിച്ചിട്ടല്ല എന്ന് പറയാട്ടോ. ഉടനെ അതങ്ങ് ശ്രുതിക്ക് തട്ടി. ശ്രുതി ഉടനെ പറയാം, ആൻറ്റി കണ്ടോ, അവൾ പറഞ്ഞത് കണ്ടോ, ഞങ്ങൾ അവർ പറ്റിച്ചു എന്നാണ് പറയണത് എന്നും പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കായി. ഉടനെ വീണ്ടും ശ്രീകാന്തിനെ പിടിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചന്ദ്ര. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനല്ല ഏട്ടത്തിയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെന്ന് പറയാം. ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കും, സമാധാനപ്പെട്ടെന്ന് പറയാം. ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്ര വീണ്ടും പറയാം, അല്ലെങ്കിലും അവൻ എന്തറിയാം, അവൻ ഒരു ഡ്രൈവറല്ലേ, അവന് വേറെ വിവരം വല്ലതും ഉണ്ടോ? ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത് മാത്രം അറിയാം, അത് മാത്രമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കളക്ടറുടെ ഉദ്യോഗമാണോ? എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ? ഒന്നുമില്ല. പക്ഷേ ശ്രുതി അങ്ങനെയല്ല. ശ്രുതിക്ക് നല്ല നല്ല വിദ്യാഭ്യാസവും ഉണ്ട്, നല്ല ഡിഗ്രിയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഉണ്ട്. ഒന്നിനു മീതെ ഒന്നായിട്ട് അവൻ മേളിലേക്ക് എത്തും, നല്ല നിലയിലെത്തും. അല്ലാതെ ഇവനെ പോലെ ഡ്രൈവർ ജോലിയാണെങ്കിൽ അവസാനം വരും ഡ്രൈവർ തന്നെയായിരിക്കും. റിട്ടയർഡ് ആയാലോ ഡ്രൈവറായിട്ട് തന്നെ റിട്ടയർഡാണ്. ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ ഒരു അച്ഛൻ ദേവിയേട്ടെ, ഡ്രൈവറായിട്ടാണ് കയറിയത്, എന്നിട്ട് അവസാനം ഡ്രൈവറായിട്ട് തന്നെയാണ് റിട്ടയർഡ് ആയത്. ഒരു പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല. മനുഷ്യനെ നാണം കെടുത്താൻ. ഇത് കേട്ടും കൊണ്ടാണ് നമ്മൾ സച്ചിയും രവീന്ദ്രനും കൂടെ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ സച്ചി പറയണം, കേട്ടല്ലോ അച്ഛാ പറഞ്ഞത്, അമ്മ പറഞ്ഞത് കേട്ടോ, അമ്മയ്ക്ക് നാണക്കേടാണ്. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛൻ ഡ്രൈവർ ജോലി തന്നെയാണ് ചെയ്തത്. പിന്നെ ഡ്രൈവർ ജോലി ഇരിക്കുന്നവർ റിട്ടയർഡ് ആകുമ്പോഴും ഡ്രൈവറായിട്ട് തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ, പിന്നെ എന്താ കളക്ടറായിട്ട് റിട്ടയർഡ് ആവുമോ? എന്താ നിങ്ങൾ ഈ പറയണേ എന്നും പറഞ്ഞ് സച്ചി അങ്ങ് ചൂടാവും കേട്ടോ. അതും പോരാഞ്ഞിട്ട് എല്ലാവരോടും പറയുക, ഇവിടെ ഒരുത്തൻ ഒരുപാട് രൂപ ഇവിടുന്ന് അച്ഛൻ്റെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പെൻഷൻ പൈസ എല്ലാം അടിച്ചുകൊണ്ട് പോയില്ല. അത് എവിടെ നിന്നാണ്? എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. ഈ ശ്രീകാന്തിനെ പഠിപ്പിച്ച് ഇപ്പം നല്ല നിലയിലാക്കി. അതെങ്ങനെയാണ്? ഡ്രൈവറായ അച്ഛൻ്റെ കഷ്ടപ്പാടും ഉണ്ടാ. ഈ വീട് ലോൺ അടയ്ക്കുന്നു, വീട്ടു ചിലവ് നോക്കുന്നു, എല്ലാം എൻ്റെ അച്ഛനല്ലേ. ഡ്രൈവറിന് എന്താ ഇത്ര കുറവ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ചമ്മി നാറി അങ്ങ് നിൽക്കുകയാണ്. ഈ വീടേ എനിക്കുള്ളതാ എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി പറഞ്ഞോട്, ആയിരിക്കാം, പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, നിങ്ങളുടെ അച്ഛൻ തന്നതാ, അങ്ങനെ പറ. എന്നിട്ട് ഈ വീടിൻ്റെ ലോണും കാര്യങ്ങളും കൊടുക്കണേ എൻ്റെ അച്ഛൻ. എല്ലാ കഷ്ടപ്പാടും നടന്നിട്ട് അവസാനം ഡ്രൈവർ പണി മോശമെന്നല്ലേ. അപ്പം തന്നെ വീണ്ടും നമ്മുടെ രേവതി വഴക്കുണ്ടാക്കണം. അല്ലെങ്കിലും അമ്മ കുറച്ച് നാളായിട്ട് പറയാം ഡ്രൈവർ എന്ന്. എന്തിനാ ഇങ്ങനെ അത് പറഞ്ഞ് അദ്ദേഹത്തിന് കുത്തി നോവിക്കുന്നത്? ഡ്രൈവർ പണിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പിന്നെ നീ കുറേ ഉണ്ടാക്കുമല്ലേ പൂക്കെട്ടുകാരി, 10 പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വല്ല ആൾ കളിക്കുന്നു. സാരമില്ലമ്മേ, എനിക്ക് കളക്ടറായില്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് 10 പൈസയാണെങ്കിൽ അന്തസ്സുണ്ടെന്ന് പറയാം. എന്നാലും ഞാൻ ആരെ പറ്റിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രുതിയും ചന്ദ്രയും ചമ്മി പോവാട്ടോ. ശ്രുതിയെ വെച്ചിട്ടല്ലേ പറയുന്നത്. അവസാനം അച്ഛൻ പറയുന്നുണ്ട്, സാരയില്ല നിർത്ത്, അവളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തും ഇങ്ങനെ തന്നെയാണ്. പുറത്ത് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും ഭർത്താവിന് എന്താ ജോലിയെന്ന്. ഇവളൊരിക്കലും എൻ്റെ ബസ് ഡ്രൈവറാണെന്ന് പറയാറേ ഇല്ല. അവൾ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് മാത്രമേ പറയുള്ളൂ. അവൾക്ക് നാണക്കേട്. അപ്പോൾ രേവതി, നീ നിൻ്റെ ഭർത്താവിനെ മാത്രമല്ല ഇവർ കുത്തി പറയണം, അവരുടെ സ്വന്തം ഭർത്താവിനെ അവർ കുത്തി പറയുക കേട്ടോ എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ആരും വഴക്കുണ്ടാകണ്ട, എല്ലാവരും പോക്കോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതിയോടും ശ്രീകാന്തിനോടും അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പം വന്നതേ ഉള്ളൂ? അതെ, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ശരി, ചെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാന്ന് പറയാട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലാട്ടോ. ഈ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രയും നമ്മൾ രവിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കൊട്ടും പാട്ടും മേളവും ഒക്കെ പുറത്തുനിന്ന് കേൾക്കുക. എന്നിട്ട് നേരെ അതിനകത്തേക്ക് വരിക കേട്ടോ. ഇതിനിടയിൽ കൂടെ നമ്മൾ വർഷയുടെ അമ്മ വിളിക്കുന്നുണ്ട്, വർഷേന. എന്നിട്ട് പറയുക, നിൻ്റെ അമ്മായിയമ്മേരിൽ ഫോൺ കൊടുക്കാൻ. അങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ ചന്ദ്രയായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രയോട് പറയാം, ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ അത് ഓണം കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നെല്ലാം പറയാം കേട്ടോ. അങ്ങനെ ചന്ദ്ര ഭയങ്കര ഹാപ്പിയിലാണ്. പറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വീട്ടിലെ ആഘോഷങ്ങളുമായിട്ട് വർഷയുടെ വീട്ടുകാർ വരികയാണ് കേട്ടോ. ഇതാണ് എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.